കരിമീൻ പൊരിച്ചതുണ്ട്, നല്ല കുടംപുളിയിട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അപ്പോൾ നമസ്കാരം. നമ്മളിന്ന് മേരിയമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ അയല വറുത്തതായിട്ടാണ് വന്നിരിക്കുന്നത്. അയല നല്ല അടിപൊളിയായിട്ട് വെട്ടി ക്ലീനാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട് അമ്മച്ചി. അപ്പോൾ അതിലേക്ക് നമ്മൾ ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ ചേർത്ത് അയല പെട്ടെന്ന് വറുത്തെടുക്കും. സാധാ രീതിയിലുള്ള ഒരു അയല വറുത്തത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ തീർത്തേക്കാം. അയലയിലേക്ക് എന്തൊക്കെ? അയലയിലേക്ക് ആദ്യമായിട്ട് മുളക് പൊടി സ്പൂൺ വേണമല്ലേ? എന്താ അത് ഇട്ട് കുഴപ്പമില്ല. ഏകദേശം ഒരു 2 സ്പൂണുണ്ട്. 2 സ്പൂണുണ്ട്. അതെ 2 സ്പൂണ്. പിന്നെ ഇനി എന്താ? ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി വേണ്ടത് സ്വല്പം മഞ്ഞൾപ്പൊടി. സ്വല്പം അല്ലേ? മതി. അത് മതി. കുരുമുളക് 1 സ്പൂണ്. 1 സ്പൂൺ മതിയോ? മതി. 1 സ്പൂൺ കുരുമുളക്. പിന്നെ കുരുമുളകാണ് ഇതിന്റെ ടേസ്റ്റ്. അതെ വ്യത്യസ്തമായ ടേസ്റ്റ്. അതെ. പിന്നെ കുറച്ച് ഉപ്പ് ഒഴിക്കണം. ഉപ്പ് നീര് അത് അമ്മച്ചി ഒഴിച്ചോ? അതെ. ഇനിയിപ്പം ഉപ്പ് കൂടി പോയിട്ട് ആ കുറ്റം ഞാൻ കേൾക്കണ്ട. അപ്പൊ അത് പിന്നെ ഒരു ലേശം എന്താ ഗരം മസാലപ്പൊടി ഉണ്ട്. ഒരു ലേശം വേണം. പറയണേ. അത്ര തന്നെ വേണ്ട. ഇത്ര മതിയോ? ചെയ്ത് നമുക്ക് അത് അതിന്റെ പുറത്ത് നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം. വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ച് ഷിനോ. അതെ, വെളിച്ചെണ്ണ 1 സ്പൂണോ? 1 സ്പൂൺ മതി. ഇതെല്ലാം നമുക്കെല്ലാം ഒന്ന് വരഞ്ഞു വെച്ചിരിക്കുന്നതിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അതെ. നമുക്കൊന്ന് കുറച്ച് സ്പീഡിൽ വറുത്തേക്കാം. എന്നുവെച്ചാൽ മഴക്കാരൊക്കെ വരുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ അയല വറക്കാൻ വേണ്ടിയിട്ട് അയലക്കറി ആക്കേണ്ടി വരും. അതെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വറുത്തേക്കാം. ഇത് തിരുമ്മി എല്ലാ അരപ്പും എല്ലാം കൂടെ തിരുമ്മിയിട്ട് ഒരു 20 മിനിറ്റ് മാറ്റി വെക്കണം. അതിനുശേഷം നല്ലപോലെ പിടിച്ച ഉപ്പ് എരിവൊക്കെ പിടിച്ച് വലിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കൊരു 20 മിനിറ്റിന് ശേഷം 20 മിനിറ്റ് ഇരിക്കട്ടെ. ഇപ്പൊ 20 മിനിറ്റായി നമ്മളിതെല്ലാം വെച്ചിട്ട് നമുക്ക് സ്റ്റൗ കത്തിച്ച് ഇതൊന്ന് എടുക്കാം. കൂടി തന്നെ ഇരുന്നോട്ടെ. എണ്ണ ഒഴിക്കാം. മതി. എണ്ണ ചൂടാകട്ടെ. അതെ, ചൂടായിട്ടുണ്ട്. കറിവേപ്പില എടുക്കുക. നമുക്കിനി കറിവേപ്പില ഇട്ട് അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കറിവേപ്പില കൂട്ടുന്നത്. നമുക്ക് അയല ഓരോന്നായി എടുത്ത് എന്താ കിടപ്പല്ലേ? അതെ. ഇങ്ങനെ ഓടി മറന്നതാ. മറ്റേ 4 അയലയാണ് വറക്കാൻ വേണ്ടി എടുത്തുള്ളൂ. 4 അയല തരുള്ളൂ. ഇപ്പം 4 അയലേ ഉള്ളൂ. അതെ. എന്തോ അയല വറക്കുമ്പം വേറൊരു കാര്യമുണ്ട്. എന്താ? ചെറിയൊരു മൂളിപ്പാട്ടൊക്കെ വേണം. പഠിക്കും. അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, നല്ല കുടംപുളിയിട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കുടംപുളിയിട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. കരിമീനുകൂടെ വേണമായിരുന്നു ഇതിനകത്തല്ലേ? മൊത്തം ശരിയാകുള്ളായിരുന്നു. എന്നാലിപ്പോൾ അയല വറുത്ത കുഴപ്പമില്ല.
അയില മറിച്ചിടാനായോ? മറിച്ചിടാനായോ? മറിച്ചിടാം. ഓക്കെ, മറിച്ചിട്ടേക്കാം. ഒരു വശം മൊരിഞ്ഞിട്ടുണ്ട്. മഴക്കാറൊക്കെ ഉള്ളതുകൊണ്ടേ അതെ അതെ ഇരുൾമയായി പോയി. അതെ അതെ. ഇതിപ്പം ഇല്ല, വലിയ കുഴപ്പമില്ല. താമസിയാതെ തന്നെ ഇത് എല്ലാം ഫ്രൈ ആകും. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ അയല വറുത്ത് റെഡിയാക്കാം. അയില പിന്നെ കോമൺ ആയിട്ട് എപ്പോഴും തന്നെ വറക്കുന്ന നമുക്കിനി അടുത്ത പ്രാവശ്യം വേറൊരു എന്തെങ്കിലും നല്ല മീന് കിട്ടും നമുക്കത്. വേറെ ഏതൊക്കെ മീനാ? നന്മീനോ, പിന്നെ വളാഞ്ചിയുണ്ട്. ആണോ? ഉണ്ട്. ചെമ്മീനൊക്കെ? ചെമ്മീനും നമുക്ക് പീര വെക്കാം, വറക്കാം. ചെമ്മീൻ പീര നല്ലതാണ് മാങ്ങായിട്ട്. ചെമ്മീൻ പീര വെക്കും. കുറേ ദിവസം. അതെ നമുക്ക് അങ്ങനെ. അതെ ഓക്കെ. ഉഷാറായിട്ടുണ്ട്. അതെ നമ്മുടെ വീട്ടിലൊക്കെ വറക്കുന്ന പോലെ പെട്ടെന്ന് തന്നെ ഉള്ളൊരു പ്രത്യേക ഒന്നുമില്ലാണ്ട് അത് തന്നെ സാധാ. ലേശം ഗരം മസാല ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതൊരു സ്പെഷ്യലായിട്ടുള്ളൂ. ചേർക്കാറില്ല. കുരുമുളകും വെളുത്തുള്ളി, ഇഞ്ചി, വറ്റൽമുളക് പൊടി, അങ്ങനെ സ്വല്പം മഞ്ഞൾപ്പൊടി, ഇതൊക്കെ ചേർക്കാറുള്ളൂ. ഞാനൊരു ലേശം ഗരം മസാല ചേർത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുമല്ലോ. ഭക്ഷണങ്ങളൊക്കെ ഇപ്പം എല്ലാവർക്കും ഇഷ്ടമാണ്. മലയാളികൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതെ അതെ അതിൻ്റെ പുറത്തിൻ്റെ മണം വരുന്നുണ്ട്. എല്ലാ നമ്മുടെ പ്രേക്ഷകർക്കും കിട്ടും. എല്ലാവർക്കും കിട്ടും. അതെ, എല്ലാവരും വറുത്ത് നോക്കട്ടെ. അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ. ഓരോ കറികളും. ഒത്തിരി പേര് നേരിട്ട് വന്ന് കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, കമന്റ് ഉണ്ടായിരുന്നു. ഒത്തിരി പേര് വിളിച്ച് ചോദിച്ചിട്ടൊക്കെ എവിടാ താമസിക്കുന്നത്. എനിക്കും കിട്ടിയായിരുന്നു, ചോദിച്ചായിരുന്നു എവിടാ താമസിക്കുന്നതെന്നൊക്കെ. കാണണമെന്ന് ആഗ്രഹമുണ്ട്, പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ട്, കാണാൻ ആഗ്രഹം. അതെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് വരുവൊക്കെ ചെയ്യാം. അതെ എന്തായാലും നമ്മുടെ അയിലയായോ? അയില റെഡിയായി. അതെ, റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അല്ലേ? പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ. അയില വറുത്തിട്ടും കിടന്ന് പിടയ്ക്കുവാണോ? കറിവേപ്പില കൂടെ അതിൻ്റെ മുകളിൽ കിടക്കട്ടെ. ഈ കറിവേപ്പില കഴിക്കാനും കൊള്ളാം കേട്ടോ. ഉപ്പും ഉള്ള ഇതൊക്കെ നല്ല മൊരിഞ്ഞിരിക്കുന്നതാണ്. പിന്നെ ഷിനോ, എന്നാലും ഇതൊന്ന് കഴിച്ചു നോക്കിക്കേ. ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാം. അതെ, അമ്മച്ചി വെക്കുന്ന ടേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും ഒന്ന് നോക്കിക്കോ. അതെ കറക്റ്റ് ആയിരിക്കും. അതിന്റെ നടുഭാഗത്ത് തന്നെ പിടിക്കാം. അതെ, നല്ല ചൂടാട്ടോ. അതല്ലേ, സഹിച്ചേക്കാൻ പറ്റും. അതെ, കഴിച്ചേക്കാം. സൂപ്പറാണ്. ഓക്കെ. എല്ലാം മസാലയൊക്കെ നന്നായിട്ട് ചേർന്നിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൊടുത്ത് സപ്പോളൊക്കെ തിന്നേക്കാം. അടിപൊളിയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി അയല വറുത്തതാണ് ഇന്ന് അമ്മച്ചി ചെയ്തത്. എന്തായാലും നല്ല സൂപ്പറായിട്ടുണ്ട്. അയല വറുത്തത് സ്ഥിരം എല്ലാവരും വെക്കുന്നതാണെങ്കിലും മസാല ഇട്ടിട്ട് വറക്കുക. അതിൻ്റെ രുചി അമ്മച്ചിയുടെ സ്പെഷ്യലായിട്ട്. അപ്പം നിർത്താം. അല്ലെങ്കിൽ മഴയത്ത് അപ്പോൾ മഴ കാരണം ഞങ്ങൾ പെട്ടെന്ന് നിർത്തുവാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.